വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ ഈ ഉച്ചസമയം അറിയിക്കുകയാണ്. ജീസസ് മിറക്കിൾ മിനിസ്ട്രീസിൻ്റെ ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ 97 46 70 93 51 ഉള്ള നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. യോഹന്നാൻ 14:27 യേശുക്രിസ്തു സമാധാനത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കും. യേശു അനുഭവിച്ച സമാധാനം എങ്ങനെയുള്ളതായിരുന്നു? യേശു നൽകിയ സമാധാനം നിലനിൽക്കുന്നതെങ്ങനെ? ഈ വക കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നീ ഒരു സമാധാനമായിരിക്കും എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പാതി വഴിയിൽ നമുക്ക് ഒന്നും നഷ്ടമാകുകയില്ല. ഇടയ്ക്ക് വെച്ച എല്ലാം അവസാനിപ്പിച്ച് നീ പിന്തിരിയേണ്ടി വരില്ല. നിന്റെ സമാധാനം കളയുന്ന നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചില ഭീതികൾ കർത്താവ് മാറ്റും. പാതി വഴിയെല്ലാം കൈമോശം വരുമോ എന്ന് നീ ഭയപ്പെടുന്ന ചില കാര്യങ്ങളിൽ കർത്താവ് ഒരു സമാധാനം പകർന്നു കഴിഞ്ഞു. അത് നീ അനുഭവിക്കുവാൻ പോവുകയാണ്. തൻ്റെ ശിഷ്യന്മാർ വലിയൊരു പ്രതിസന്ധിയെ നേരിടാൻ പോകുന്നു എന്നറിഞ്ഞ് യേശു അവരെ സമാധാനപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കുന്ന വേദഭാഗങ്ങളാണ് യോഹന്നാൻ 14 മുതൽ 16 അധ്യായങ്ങൾ. 14 അധ്യായം 27 വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന്. കാരണം വ്യക്തമാണ്. യേശുവിൻ്റെ വിയോഗം ശിഷ്യന്മാരെത്തിക്കുക പകുതി വഴിയിലാണ്. പ്രതീക്ഷയോടെ യേശുവിനൊപ്പം നടന്ന അവർ പാതി വഴിയിൽ ഉപേക്ഷിതരാകാൻ പോവുകയാണ്. ആ നഷ്ടബോധം അവരെ തകർത്ത് കളയും. ഈ സാഹചര്യത്തിലാണ് യേശു അവരോട് പറയുന്നത്, ഞാൻ പോയാലും എൻ്റെ സമാധാനം നിങ്ങളിലുണ്ട്. നിങ്ങൾക്കൊന്നും നഷ്ടമാകുകയില്ല. കാരണം ഞാൻ എൻ്റെ സമാധാനമാണ് നിങ്ങളിലേക്ക് പകരുന്നത്. അതെ സുഹൃത്തെ, ചില നിയോഗങ്ങൾ, വേർപാടുകൾ നിന്നെ ഇന്നും വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. പാതി വഴിയിൽ എങ്ങും നിർത്താതെ പോയി എന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്താകുലങ്ങളെയും യേശുവിൻ്റെ സമാധാനം മായ്ക്കും. ഇടയ്ക്ക് വെച്ച് ഒന്നും തീരുകയില്ല. അവൻ്റെ സമാധാനം നിന്നിൽ നിറയുന്നുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. നോ മോർ കോൺഫ്ലിക്റ്റ്, പ്രീവെയിൽ ഇൻ യുവർ ലൈഫ് എന്നുള്ള വാക്യത്തോടെ സമാധാനം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ 97 46 70 93 51 വാക്യങ്ങളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.